ചരിത്രം കുറിച്ച് ആക്സിയം 4 ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിൽ തിരികെയെത്തി. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3 മണിയോടെ ഡ്രാഗൺ ഗ്രേസ് പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തു. 4 ബഹിരാകാശ യാത്രികരും സുരക്ഷിതരായി ഭൂമിയിലെത്തി. അധികം വൈകാതെ ഇവരെ ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് എത്തിച്ചു. 7 ദിവസത്തെ വിശ്രമത്തിന് ശേഷമാണ് ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്. Atmospheric disturbance allows us to maintain visual contact with the vehicle as it's making its final descent for its water landing. And it's a little foggy, as you can see there. Yeah, Pacific fog is rolling in. We've got some very bright lights as Dragon, you can see the ocean there. Dragon is about to touch down in just a few seconds here. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജയ് സുധ ബിജുവാണ് സയൻസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അജയ്, ആകാംക്ഷയുടെ നിമിഷങ്ങൾ ആയിരുന്നു, കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. അങ്ങനെ വിണ്ണിൽ നിന്ന് അവർ മണ്ണിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു ആ 22.5 മണിക്കൂർ നീളുന്ന യാത്രാനുഭവം എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം പങ്കുവെക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും ഇന്ത്യക്കാർ 140 കോടി ഇന്ത്യക്കാർ കാത്തിരുന്ന നിമിഷത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തിരുന്നു. നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്ത്യൻ സമയം കൃത്യം 3 മണിക്ക് തന്നെ സ്പ്ലാഷ് ഡൗൺ നടന്നു. യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ മറ്റ് ഡിലേകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഇന്ത്യൻ സമയം ഒരു 2:30 കൂടി തന്നെ ഈ പേടകം 4 ഘട്ട ത്രസ്റ്ററുകളുടെ ജ്വലനവും പൂർത്തിയാക്കിക്കൊണ്ട് അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏതാണ്ട് ഭൗമ ഉപരിതലത്തിൽ നിന്ന് 350 കിലോമീറ്റർ ഉയരത്തിൽ എത്തിയതിനു ശേഷം അതിൻ്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കുകയായിരുന്നു. 350 കിലോമീറ്റർ മുകളിൽ എത്തിയതിനു ശേഷം അതിവേഗം തന്നെ ഇത് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന അവസ്ഥയുണ്ടായി. ഈ സമയത്ത് നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്തതുപോലെ ടെമ്പറേച്ചർ 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. കമ്മ്യൂണിക്കേഷൻ കട്ടായി ഈ പേടകത്തിനകത്തുള്ള. എന്നാൽ അടുത്ത 7 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് വെറും ഭൗമ ഉപരിതലത്തിൽ നിന്ന് വെറും 100 കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോഴേക്കും ഈ ത്രസ്റ്ററുകൾ അത് വിപരീത ദിശയിൽ ജ്വലിപ്പിച്ചുകൊണ്ട് വേഗത അത് പരമാവധി കുറച്ച് താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുശേഷം ഈ പാരച്യൂട്ടുകൾ ഉയർത്തുന്ന ആ പ്രക്രിയയെല്ലാം വളരെയധികം ആവേശത്തോടെ തന്നെയാണ് എല്ലാ ഇന്ത്യക്കാരും വീക്ഷിച്ചത്. പാരച്യൂട്ടുകൾ ഉയർത്തി അത് നേരത്തെ തീരുമാനിച്ചിരുന്ന പസഫിക് സമുദ്രത്തിൻ്റെ തെക്കൻ പസഫിക് സമുദ്രത്തിലായിട്ട് സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ സമയം കൃത്യം 3 മണിക്ക് തന്നെ ഈ സ്പ്ലാഷ് ഡൗൺ നടന്നു. അതിനുശേഷം മറ്റ് സ്പീഡ് ബോട്ടുകളിൽ ഇവിടേക്ക് എത്തിയ മറ്റ് സ്റ്റാഫുകൾ ഈ പേടകത്തിൻ്റെ സുരക്ഷ അത് നിരീക്ഷിക്കുകയുണ്ടായിരുന്നു. പേടകം സുരക്ഷിതമാണ്, 100% സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ക്രെയിൻ മാർഗം അത് റിക്കവറി വെസലിലേക്ക് മാറ്റി. റിക്കവറി വെസലിൽ നിന്ന് പിന്നീട് തുടർ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിയതിനു ശേഷം പേടകത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് പെഗി വിറ്റ്സൺ ആണ്. ഈ ദൗത്യ സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള പെഗി വിറ്റ്സൺ ആണ് ആദ്യം പുറത്തേക്ക് വന്നത്. തുടർന്ന് രണ്ടാമതായി ഭാരതീയരുടെ ഹീറോ ശുഭാംശു ശുക്ല പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംഘം വളരെയധികം ഒരു കരഘോഷത്തോടെയും സന്തോഷത്തോടെയും കൈയടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വരവേറ്റത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് സന്തോഷം കൊണ്ട് ശബ്ദമിടറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ. അദ്ദേഹം ഭൂമിയിലേക്ക് എത്താനായി ഇത്രയും ദിവസം കാത്തിരുന്നു. ഇനി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ, നേരിട്ട് ഇനി സംസാരിക്കാനുള്ള കാത്തിരിപ്പാണെന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായും അജയ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അങ്ങനെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. നിറ കണ്ണുകളോടെ തന്നെയാണ് ആ കുടുംബം. തീർച്ചയായും ഒരു രാജ്യം തന്നെ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായും പറയാം. അങ്ങനെ ഒരു ശാസ്ത്ര ദൗത്യത്തിന് ശുഭാംശു പുറപ്പെടുമ്പോൾ അതിന് പിന്നിൽ ഉള്ള ആ കുടുംബത്തിന്റെ ത്യാഗം അത്രമേൽ വലുതാണ്. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം അജയ്. जो है बेटा वापस चला आया है तो ये भावुक पल है भाई उसका जो है बहुत अच्छा लग रहा है। इस समय जो है हम लोग बच्चे को देखकर बहुत खुश हैं। पूरी यात्रा कैसी रही सर? 18 दिन रहे वहाँ पर? अच्छी रही यात्रा, अच्छी रही जैसा कि आपसे बात होती थी? हाँ बात होती थी और ऐसा लगता था आपको कि अंतरिक्ष से बात हो रही है? अब मंत्री से बात कर लेता था थोड़ा हल्का लगता था।
यही पल तो था जिसके लिए जी रहे थे। नहीं, बिल्कुल उसका मिशन पूरा हुआ। अब ईश्वर को बहुत बहुत धन्यवाद और सभी देशवासियों का आभार प्रकट करते साक्षात हैं। रूप से मिलने के लिए शुभांशु से नहीं, बिल्कुल मिलना बहुत कब अच्छा होगा? लगा, बहुत अच्छा मिलना कब होगा? अब मिलना 15 दिन लग जाएंगे, 15 दिन लग जाएंगे। യെസ്, അജയ് തുടരുന്നുണ്ട്. അജയ്, ഇതായിരുന്നു ആ കുടുംബത്തിന്റെ പ്രതികരണം. അത്രമേൽ വലിയ കാത്തിരിപ്പ്. അപ്പോഴും ഇനിയും ആ കുടുംബത്തിലേക്ക് ശുഭാംശു എത്തണമെങ്കിൽ ദിവസങ്ങളുടെ പരിശീലനം തുടരേണ്ടതുണ്ട്. ഭൂമിയുമായി പൊരുത്തപ്പെടേണ്ട സാഹചര്യമുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? തീർച്ചയായിട്ടും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നിർണായകം തന്നെയാണ്. ഇവരെ ഇനി ഇവിടെ നിന്ന് അടുത്തതായി മാറ്റിയിട്ടുള്ളത് ടെക്സസിലുള്ള ജോൺസൺസ് സ്പേസ് സെന്ററിലേക്കാണ്. ഇവിടെയാണ് അടുത്ത 7 ദിവസം ശുഭാംശു ശുക്ലയും സംഘവും താമസിക്കാൻ പോകുന്നത്. ഇവിടെ അവരുടെ ക്വാറന്റൈൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് അവർ ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായും മർദ്ദവുമായും പൊരുത്തപ്പെടാനുള്ള പ്രത്യേക വ്യായാമ മുറകളിൽ ഏർപ്പെടും. അതുപോലെ തന്നെ ഇവരുടെ ആരോഗ്യം അത് എല്ലാ ദിവസവും കൃത്യമായി വളരെ നിഷ്ഠയോടെ തന്നെ ഇവരുടെ ആരോഗ്യ ക്രമങ്ങളെല്ലാം വിലയിരുത്തി കൊണ്ടുവരും. തുടർച്ചയായ പരിശോധനകളും എല്ലാം തന്നെ ഉണ്ടാകും. അതിനുശേഷം മിനിമം 7 ദിവസമാണ് വിശ്രമ സമയം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുക. ഇപ്പോൾ നിലവിൽ ഓഗസ്റ്റ് 17-ാം തീയതി ഈ ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും രാജ്യം മുഴുവൻ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരുന്നു, രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിമാനമാണ് ശുഭാംശു ശുക്ല എന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യം മുഴുവൻ ശുഭാംശുവിനെ സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് ഉൾപ്പെടെയുള്ള ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് ഇന്ന് ക്രോസ് ചെയ്തിട്ടുള്ളതെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശുഭാംശു ശുക്ലയുടെ പിതാവ് ശംഭു ദയാൽ ശുക്ലയെ നേരിൽ കണ്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും വളരെയധികം അഭിമാനത്തോടെ ഉറ്റുനോക്കുകയാണ്. അതുപോലെ തന്നെ ഇനി അറിയേണ്ടത് അദ്ദേഹം ബഹിരാകാശത്ത് നിന്ന് കളക്ട് ചെയ്ത സാമ്പിളുകൾ, വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് നടത്തിയിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള സാമ്പിളുകൾ അത് വിലയിരുത്തേണ്ടതുണ്ട്. ISRO സംഘം ഇപ്പോൾ തന്നെ കാലിഫോർണിയയിൽ എത്തിക്കഴിഞ്ഞു. ഇനി ISRO സംഘം ചിലപ്പോൾ ഈ സാമ്പിളുകൾ അവർ നേരിട്ട് ഏറ്റുവാങ്ങിയേക്കാം. അതിനുശേഷമായിരിക്കാം ഇതിൻ്റെ വിശകലനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. ഇതിൽ നിന്നുള്ള അറിവുകൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്ര ലോകത്തിൻ്റെ ഒരു വലിയ കവാടം തുറന്നുകൊണ്ടുള്ള കുതിച്ചുചാട്ടം തന്നെയാണ്. ഇന്ത്യക്കാർക്ക് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് അഭിലാഷ്. യെസ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് ശുഭാംശുവിൻ്റെ ഈ മടങ്ങിവരവ് എന്നത്. ഇനി ഇന്ത്യൻ ശാസ്ത്ര ലോകവുമായി ഇത്തരം അനുഭവങ്ങൾ ശുഭാംശു തീർച്ചയായും പങ്കുവയ്ക്കും. അതുമാത്രവുമല്ല, ISROയുടെ നിർദ്ദേശപ്രകാരമുള്ള പരീക്ഷണങ്ങൾ അത് വിജയകരമായി പൂർത്തിയാക്കിയാണ് ശുഭാംശു ഇന്ത്യയിലേക്ക് തിരികെ എത്താൻ പോകുന്നത്. ഇപ്പോൾ സ്പേസ് സെന്ററിൽ നിന്ന് ഭൂമിയിലെത്തിയിട്ടുള്ള ശുഭാംശു ഇനി ദിവസങ്ങൾക്ക് ശേഷം പരിശീലനമെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് മടങ്ങുക. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വിത്തിനങ്ങൾ അടക്കം ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയ സാഹചര്യമുണ്ട്. ഒപ്പം ഈ യാത്രാ അനുഭവം എന്നത് ഇനി ഇത്തരം യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വലിയ പ്രചോദനവുമാകും. വാർത്തയുടെ വിശദാംശങ്ങളാണ് അജയ് സുധാ ബിജു പങ്കുവച്ചത്.